ആറാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 4-ാമത്തെ യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ യൂണിറ്റിലെ ബബുവ ഔർ ബൂഢ എന്ന കവിത കേട്ടാലോ? അതുമായി ബന്ധപ്പെട്ട ചില വർക്ക്ഷീറ്റുകളും നമുക്കിന്ന് ചെയ്യാം. 6-ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ബബുവ ഔർ ബൂഢ. ബബുവ എന്നാൽ ചെറിയ ആൺകുട്ടി, ബൂഢ വൃദ്ധൻ. കൊച്ചുകുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ കവിതയിലുള്ളത്. ഈ കവിത എഴുതിയത് ഷെൽ സിൽവർസ്റ്റൈൻ ആണ്. ബബുവ ബോല അക്സർ മേര ചമ്മച്ച് മുജ്സെ ഗിർ ജാത്താ ഹേ. കുട്ടി പറഞ്ഞു, ഇടയ്ക്കിടെ എൻ്റെ കയ്യിൽ നിന്നും സ്പൂൺ വീണു പോകാറുണ്ട്. ബൂഢ ബോല ജാനേ ഭീ ദോ മുജ്സേ ഭീ യഹ് ഹോ ജാത്താ ഹേ. അപ്പോൾ മുത്തശ്ശൻ കുട്ടിയോട് പറഞ്ഞു, അത് സാരമില്ല, എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ബബുവ ബോല കഭി കഭി തോ കർ ദേത്താ ഹും നിക്കർ ഗീലി. കുട്ടി പറഞ്ഞു, ഇടയ്ക്കിടെ എൻ്റെ നിക്കർ നനയാറുണ്ട്. അതായത് കുട്ടി നിക്കറിൽ മൂത്രമൊഴിക്കാറുണ്ട്. ഹം ഭി കർ ദേത്തേ ഹേ സൂസു കർണി പടുത്തി ധോത്തി ഡീലി. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതുകൊണ്ട് എനിക്കും മുണ്ട് ഇടയ്ക്കിടെ മാറ്റേണ്ടി വരാറുണ്ട്. പിന്നീട് എന്താണ് കുട്ടി പറഞ്ഞത്? ബഡാ രുവണ്ട ബച്ചാ ഹൂ മേ അബ് ബബുവാനെ ബാത്ത് ഉഠായി. എനിക്ക് ഭയങ്കര കരച്ചിലാണ്, എപ്പോഴും കരച്ചിൽ വരും. ആൺകുട്ടി പറഞ്ഞു. ബൂഢാ ബോല മേ ഭി ആത്തി മുജ്കോ ബഹുത് രുലായി. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എനിക്കും അതെ, ഇടയ്ക്കിടെ കരച്ചിൽ വരും. ബബുവ ബോല ബഹുത് ബുരാ ഹേ ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ. പിന്നീട് കുട്ടി പറയുകയാണ്, എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്, മുതിർന്ന ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. ബൂഢേനെ ബൂഢേ ഹാത്തോം സേ ഹാത്ത് ഫിരായ ബബുവ പർ. അപ്പോൾ മുത്തശ്ശൻ തൻ്റെ കൈകൾ കൊണ്ട് കുട്ടിയെ തലോടി. എന്നിട്ട് പറഞ്ഞു, സമജ് രഹാ ഹും ബാത് തുമാരി. നിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുझे പതാ ഹേ തും ജോ കഹുത്തെ. നീ എന്താണോ പറയുന്നത് അത് എനിക്കറിയാം. കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊച്ചുകുട്ടികളും പ്രായമായവരും ഒരുപോലെയാണ്. വാർദ്ധക്യത്തെ 2ാം ബാല്യം, സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് പറയുക. കൊച്ചുകുട്ടികളുടേതുപോലെയുള്ള മാനസികാവസ്ഥയും ചിലപ്പോൾ ശാരീരികമായ അവസ്ഥയും പ്രായമായ ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. ചില പുതിയ പദങ്ങളുണ്ടല്ലോ, അവയുടെ അർത്ഥം മനസ്സിലാക്കാം. അക്സർ മിക്കവാറും, ഓഫൺ. ചമ്മച്ച് കരണ്ടി, സ്പൂൺ. ഗീലി നനഞ്ഞ, വെറ്റ്. ധോത്തി മുണ്ട്. ഡീലി അയവുള്ള, ലൂസ്. റുവണ്ട കരയുന്ന, ക്രൈയിങ്. ബഡ്കെ മുതിർന്നവർ, എൽഡേഴ്സ്. ഹാത്ത് ഫിറാന തലോടുക, പാറ്റ്. ഇനി ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. ഈ പങ്ക്തിയാം പഠേ. ഈ വരികൾ വായിക്കൂ. ബബുവ ബോല ബഹുത് ബുരാ ഹേ ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ. ബൂഢേനെ ബൂഢേ ഹാഥോം സേ ഹാത്ത് ഫിറായ ബബുവ പർ. സമझ रहा हूँ बात तुम्हारी मुझे पता है तुम जो कहते. बड़के हम पर ध्यान न देते. മുതിർന്നവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇസ് പർ അപ്ന അനുഭവ് ലിഖേ. ഇതുപോലെ കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അത്തരം അനുഭവം ഒന്നെഴുതൂ. അനശ്വർ എന്ന ഒരു കൂട്ടുകാരൻ്റെ അനുഭവം കേട്ടാലോ? മേം അനശ്വർ ഛടി കക്ഷാമേം പഠിത്താഹും. ഞാൻ അനശ്വർ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഘർ മേം
മേരെ അലാവ മാതാജി ഔർ പിതാജി ഹേ. വീട്ടിൽ എനിക്ക് പുറമെ അമ്മയും അച്ഛനുമുണ്ട്. വേ അപ്നെ കാം കാജ് മേം ഹമേശ വ്യസ്ത് രഹത്തെ ഹേ. അവർ എപ്പോഴും സ്വന്തം ജോലികളിൽ മുഴുകിയിരിക്കും. മേരെ സാത്ത് ഖേൽനെ വാല കോയി നഹി ഹേ. എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. ബാത്ചീത് കർനെ വാല ഭി കോയി നഹി ഹേ. എന്നോട് സംസാരിക്കാനും ആരുമില്ല. ഘർ മേം മേം ബിൽക്കുൽ അകേലാ ഹും. വീട്ടിൽ ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ്. ഇസ് പർ മേം ബഹുത് ദുഃഖി ഹും. അതിനാൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. സബ്കെ സാത്ത് മിൽ ജുൽക്കർ രഹന മേ പസന്ദ് കർത്താ ഹും. എല്ലാവരോടും കൂടെ ഒരുമിച്ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കൂട്ടുകാർ സ്വന്തം അനുഭവങ്ങൾ എഴുതുമല്ലോ. മറ്റൊരു പ്രവർത്തനം, ഖേലേം ആങ്ക് മചൗനെ. കണ്ണാരം പൊത്തി കളിച്ചാലോ? വർണ്ണോമേം ഛിപേ ശബ്ദ് ചുൻലേം ഔർ ലിഖേം. അക്ഷരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതൂ. വലതുവശത്തെ കള്ളികൾ നോക്കൂ. അവിടെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ അതൊരു വാക്കാകും. നമുക്ക് അത്തരം വാക്കുകൾ കണ്ടെത്തിയാലോ? കൂട്ടുകാർ കള്ളികളൊന്ന് ശ്രദ്ധിക്കൂ. വലത്തോട്ടും താഴോട്ടും മുകളിലോട്ടും കോണോട് കോണുമൊക്കെയായി ഒരുപാട് പദങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ശരിയല്ലേ? ഏതൊക്കെയാണവ? കണ്ടെത്തിയ വാക്കുകളും അവയുടെ അർത്ഥവും മനസ്സിലാക്കിയാലോ? ആസ്മാൻ, ആകാശം, സ്കൈ. ഉല്ലു, മൂങ്ങ, ഔൾ. ഗഹര, ആഴമുള്ള, ഡീപ്പ്. സൂരജ്, സൂര്യൻ, സൺ. രാജ, രാജാവ്, കിങ്. ഹര, പച്ച നിറം, ഗ്രീൻ. ഭാവ്, ഭാവം, ഇമോഷൻ. ഭാവ് എന്ന വാക്കിന് വില അല്ലെങ്കിൽ പ്രൈസ് എന്നും ഒരർത്ഥമുണ്ട്. നർ, മനുഷ്യൻ, മാൻ. സിതാര, നക്ഷത്രം, സ്റ്റാർ. അന്ത്, അവസാനം, എൻഡ്. സമാൻ, തുല്യമായ, ഈക്വൽ. കിയേ, ചെയ്തു, ഡൺ. താര, നക്ഷത്രം, സ്റ്റാർ. സമുദ്ര, സമുദ്രം, ഓഷ്യൻ. ജബ്, എപ്പോൾ, വെൻ. ഔർ, ആൻഡ്. സാൽ, വർഷം, ഇയർ. ജവാബ്, ഉത്തരം. റിപ്ലൈ ഓർ ആൻസർ. കിസ്നെ കഹ. ആര് പറഞ്ഞു? ചുവന്ന നിറത്തിലുള്ള കള്ളികളിൽ കൊടുത്ത വാചകങ്ങൾ നോക്കൂ. ആ വാചകങ്ങൾ ആര് പറഞ്ഞതാണ് എന്നാണ് കണ്ടെത്തി എഴുതേണ്ടത്. ബബുവ ഓർ ബൂഢ. ആൺകുട്ടിയാണോ അതോ വൃദ്ധനാണോ ആ വാചകം പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഓരോന്നായി നോക്കാം. മേരെ ഹാത്ത് സേ ചമ്മച്ച് ഗിർ ജാത്താ ഹേ. എൻ്റെ കയ്യിൽ നിന്നും സ്പൂൺ വീണുപോകുന്നു. ആരാ പറഞ്ഞത്? അതെ, ബബുവ. സൂസു കർക്കെ ധോത്തി ഡീലി കർണി പടുത്തി ഹേ. മൂത്രമൊഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടെ മുണ്ട് മാറ്റേണ്ടി വരുന്നു. ഇതാരാ പറഞ്ഞത്? ബൂഢ. മുജ്കോ ഭി ബഹുത് രുലായി ആത്തി ഹേ. എനിക്കും വല്ലാതെ കരച്ചിൽ വരാറുണ്ട്. ഇതാരാ പറഞ്ഞത്? ബൂഢ, അപ്പൂപ്പനാണ് പറഞ്ഞത്. മേ ബഹുത് രുവണ്ടാഹും. ഞാൻ എപ്പോഴും കരയുന്നയാളാണ്. ഇതാരാ പറഞ്ഞത്? അതെ, ബബുവ. മേ തുമാരി ബാത് സമജ് രഹാ ഹും. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാരാ പറഞ്ഞത്? അതെ, അപ്പൂപ്പനാണ് പറഞ്ഞത്, ബൂഢ. ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ ഹേ. മുതിർന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഇതാരാ പറഞ്ഞത്? ബബുവ, ആൺകുട്ടിയാണ് പറഞ്ഞത്.
ബബുവ ഔർ ബൂഢ എന്ന കവിതയും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.